സഹോദരന്മാരെ, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുക. എന്നാ വിഷയം വടകരയിലെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാ. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതാരാ? മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിന്റെ മീഡിയ വണ്ണും മാധ്യമം പത്രവും. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ സീതാബൂത് പ്രതിദാനം ചെയ്യുന്ന ഒരു മാധ്യമമാണല്ലോ മീഡിയ വണ്ണ്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാഫിർ, മുസ്ലിം എന്നുള്ള പദങ്ങൾ കിട്ടിയാൽ മതി, പിന്നെ അവർക്ക് കുസാര, പിന്നെ അതിനെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരങ്ങ് ചെയ്തോളൂ. എന്നാൽ ഈ ഡിവൈഎഫ്ഐക്കാരൻ ചെയ്ത തെറ്റെന്നാ? അതല്ലേ നമ്മളെ നോക്കണ്ടേ? അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ വന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റുള്ള ഗ്രൂപ്പിലിട്ട്, അതാണ് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് പറയുന്ന കുറ്റം. എന്നാൽ ഇത് ആദ്യം ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ട് ഗ്രൂപ്പിൽ കൊണ്ട ഇട്ടോനെ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലും. അതാ ആടിയാണ് നമ്മളെ വിഷയം വരുന്നത്. നമ്മളെല്ലാവരും പല ഗ്രൂപ്പിലും ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലെല്ലാം ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാർത്ത നമ്മൾ കാണുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട്, ഇന്ന ഗ്രൂപ്പിൽ വന്നിതാ വേറൊരു ഗ്രൂപ്പിലിടുന്നു. അങ്ങനെ ഞാൻ കുറ്റക്കാരൻ. മറ്റോനാ ആ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടാണ് ഇട്ടോനാ ഓ നല്ലോന്. ഇതാണിപ്പോ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് മീഡിയ വണ്ണിന്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള വർഗീയ വിഷം, മീഡിയ വണ്ണ് പ്രചരിപ്പിക്കുന്ന വർഗീയ വിഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ ആയിരിക്കും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാർ. മീഡിയ വണ്ണുകാരും സീതാബൂതും ജമാഅത്തെ ഇസ്ലാമിക്കാരും മൗദൂദികളും ഈറ്റുകളെല്ലാം നല്ല മനുഷ്യന്മാർ. ഇങ്ങനെയാകുക? അങ്ങനെയാവൂലോ. ആദ്യം പിടിക്കണ്ടേ ഇത് എഴുതിയിട്ടോനിയല്ലേ, ഇത് കൊണ്ടാണ്ട് പോസ്റ്റ് ചെയ്ത വ്യക്തിയല്ലേ ആദ്യം പിടിക്കണ്ടേ. അതിനുശേഷമല്ലേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രചരിപ്പിച്ചോനിയല്ലേ പിടിക്കണ്ടേ. ഇതല്ല, ഇത് ആദ്യം പിടിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കെങ്കിലും ഇട്ട് കൊടുത്തോനിയാന്ന് വന്നിട്ട് പിടിക്കുന്നത്. ഇത് വല്ലാത്ത കാര്യം തന്നെയല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇത് വരുത്ത് മുന്നോട്ട് പോകുക. ഈ അന്വേഷണം എവിടത്തേക്കാ പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ആദ്യം പിടിക്കുക മറ്റോനെ, ഇട്ടോനെ പിടിക്കുക. ഇതിന്റെ ആദ്യം ഉത്ഭവം ഇടുന്ന ആടത്ത് മുതൽ തുടങ്ങണ്ടേ. അത് അങ്ങേക്ക് നമ്മൾ പോകില്ല. അങ്ങേക്ക് പോയാലാ ചിലപ്പോ എവിടെയാ എത്തുക, ലീഗുകാർ ഓഫീസിലേക്കായിരിക്കും. അത് ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഇവർക്കെല്ലാം ബേജാറാകുന്നുണ്ട്. എന്നാൽ ആദ്യം തന്നെ അങ്ങ് ഡിവൈഎഫ്ഐക്കാരെ പിടിച്ചാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇതും ഡിവൈഎഫ്ഐക്കാരന്റെ തലയിൽ ചാർത്താലോ. ഇതാണിപ്പോ നടക്കുന്നത്. അല്ലാണ്ട് വേറെ വല്ലാത്ത കാര്യം തന്നെയല്ലേ.